കേരള പോലീസിന്റെ അത്ര പോലും കേസ് തെളിയിക്കാൻ കഴിവില്ലാത്ത ഒരു ഏജൻസിയാണ് ED എന്ന് നിങ്ങൾ എത്ര പേർക്കറിയാം? BJP ഇടയ്ക്കിടയ്ക്ക് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ അഴിച്ചുവിടുന്ന ED എന്ന ഏജൻസിയുടെ 2020-21 മുതലുള്ള കേസുകളിലെ കൺവിക്ഷൻ റേറ്റ് അഥവാ ശിക്ഷ വാങ്ങിക്കൊടുത്ത റേറ്റ് വെറും 0.83% മാത്രമാണ്. പറയുന്നത് ഞാനല്ല, പാർലമെന്റ് രേഖയാണ്. ഈ പാർലമെന്റ് രേഖയിൽ 2020-21 മുതൽ 2025 ഡിസംബർ വരെ ED ഓടി നടന്ന് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 5158 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ട് താഴത്തെ പേജിൽ ഒരു ഉളുപ്പുമില്ലാത്ത BJP സർക്കാർ തന്നെ ഈ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ട കേസുകളുടെ എണ്ണവും നൽകുന്നുണ്ട്. വെറും 43 കേസുകൾ. അതായത് ആകെ കൺവിക്ഷൻ റേറ്റ് വെറും 0.83% മാത്രം. ഒരുപാട് പഴി കേൾക്കുന്ന നമ്മുടെ കേരള പോലീസിന് പോലും 70 മുതൽ 90% വരെ കൺവിക്ഷൻ റേറ്റ് അവർ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിലുണ്ട്. അപ്പോഴാണ് സ്വന്തമായി പ്രത്യേകം കോടതിയും അധികാരങ്ങളും ഒക്കെയുള്ള EDയുടെ ഈ ദയനീയ പ്രകടനം. പക്ഷേ EDയെ കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് ആരും തെറ്റിദ്ധരിക്കല്ലേ. ഇന്നത്തെ പല പ്രമുഖ BJP നേതാക്കളും കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് BJPയിൽ ചേരാൻ കാരണം ഇതേ EDയുടെ കേസുകളും റെയ്ഡുകളുമാണ്. ഇപ്പോഴത്തെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, മുൻ മഹാരാഷ്ട്ര കോൺഗ്രസ് മുഖ്യൻ അശോക് ചവാൻ, കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളായ നവീൻ ജിൻഡാൽ, ദിഗംബർ കാമത്ത്, പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് എന്നിവരൊക്കെ ED പേടിയിൽ BJPയിൽ ചേർന്ന കോൺഗ്രസ് നേതാക്കളുടെ നീണ്ട ലിസ്റ്റിലെ ചില പ്രമുഖർ മാത്രം. കേസ് തെളിയിക്കാൻ കഴിയാത്ത BJPക്ക് വേണ്ടി വേട്ടപ്പട്ടികളെ പോലെ ഓടി നടക്കുന്ന ഈ EDയാണ് കേരളത്തിൽ വന്ന് ഇപ്പോൾ ചില ഷോകൾ ഇറക്കുന്നു. എന്തായാലും EDക്കും EDയുടെ മുതലാളിമാർക്കും കേരളം എന്താണെന്നും മലയാളികൾ എന്താണെന്നും ശരിക്കും മനസ്സിലാകാൻ പോകുന്നതേ ഉള്ളൂ.